ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലീസ് വിഷൻ. ഞാൻ ജിൻസ്ലി. ഞാനിവിടെ കോതമംഗലത്തിനടുത്തുള്ള ക്ലാച്ചേരി ഭഗവതി ക്ഷേത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ക്ലാച്ചേരി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കോതമംഗലത്ത് നിന്ന് 23 കിലോമീറ്റർ അകലെയാണുള്ളത്. കുട്ടമ്പുഴ, തട്ടേക്കാട്, ഉരുളന്തണ്ണി ആ റൂട്ടാണ് പോകേണ്ടത്. അവിടെ നിന്ന് 23 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ ക്ഷേത്രം പരിചയപ്പെടുത്താനായിട്ടൊരു വീഡിയോ ഇടാണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കലികാലത്തിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ഫിസിക്കലായിട്ടുള്ളൊരു പ്രസൻസ് നമുക്ക് അനുഭവം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യാദൃശ്യമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. വളരെ റെയറാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കലികാലം എന്ന് പറഞ്ഞാൽ പോരാ, ഈ 2000 ആണ്ടിന് ശേഷം, അതായത് 21-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ദേവിയുടെ ശക്തി, അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് പല ആൾക്കാർക്കും അനുഭവഭേദ്യമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ കുറച്ച് പ്രൈവസിയുടെ ഭാഗമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള എല്ലാ കഥകളും അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈശ്വരനില്ല എന്ന് നമ്മുടെ മനസ്സിനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശ്വരനുണ്ട് എന്ന് നമുക്ക് ചില കാര്യങ്ങൾ മാത്രം നമ്മളുള്ളൊരു വിശ്വാസം പോലെ വരും. അതുപോലെ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു സാഹചര്യം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈശ്വരനുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈശ്വരനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഈ ക്ഷേത്രത്തിൽ അടിക്കടി വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനൊന്നുമല്ല, എന്നാലും നമ്മുടെ മനസ്സിലൊരു വിശ്വാസമാണ് ഇത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അധികാരം വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച എൻ്റെ കൂട്ടുകാരൻ ശരത്തിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.